വീണ്ടും ഒരു പഴയ കിടിലൻ മിസ്റ്ററി ത്രില്ലർ സിനിമയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഞാനിത് പണ്ട് കണ്ടതാണ്. ഈ പടം എന്റെ ഫേവറേറ്റ് ത്രില്ലർ സിനിമകളിൽ ഒന്ന് തന്നെയാണിത്. പക്ഷെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേറെ 10 ത്രില്ലർ മൂവീസ് ഒക്കെ പറയുന്ന ആ ഒരു സജഷൻ വീഡിയോസിലും ഞാൻ ഇതിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒറ്റ മലയാളം യൂട്യൂബ് ചാനലുകളും ഈ ഒരു സിനിമ സജസ്റ്റ് ചെയ്തിട്ടുമില്ല. ഒരു മലയാളം റിവ്യൂ ഒന്നും ഈ പടത്തിന്റെ എങ്ങും കാണാനുമില്ല എന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ ഞാനൊന്ന് റിവ്യൂ ചെയ്ത് നോക്കിയേക്കാം എന്ന് കരുതി. സോ ഇത് റിവ്യൂവിനപ്പുറം ഒരു സജഷൻ വീഡിയോ ആണ്, ത്രില്ലർ റെക്കമെൻഡേഷൻ. ഫിലിം ഇൻഡസ്ട്രിയിൽ സൗണ്ട് ഡിസൈനറായിട്ട് ജോലി ചെയ്യുകയാണ് നമ്മുടെ നായകൻ ജാക്ക് ടെറി. പുള്ളി കൂടുതലും ഈ ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ ബി ഗ്രേഡ് ഇറോട്ടിക് സ്ലാഷർ ത്രില്ലർ സിനിമകളുടെ ഒക്കെ സൗണ്ട് ടെക്നീഷ്യൻ ആണ്. ഷൂട്ട് ചെയ്ത സിനിമകൾക്ക് വേണ്ടിയുള്ള സൗണ്ട് ഇഫക്ട്സ് ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് റെക്കോർഡ് ചെയ്ത് മിക്സ് ചെയ്യുന്ന ഒരു ജോലിയാണ് പുള്ളിക്ക്. അങ്ങനെ ഒരു അർദ്ധരാത്രിയിൽ ഇതുപോലെ ഒരു സിനിമയുടെ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു കാറ് പുഴയിൽ നിന്നും താഴേക്ക് വീഴുന്നത് പുള്ളി കാണുന്നു. അതിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരു സ്ത്രീയെ അയാൾ രക്ഷിക്കുന്നു. പക്ഷെ മറ്റൊരാൾ കൂടി ആ കാറിൽ ഉണ്ടായിരുന്നു. അതൊരു പ്രമുഖ വ്യക്തിയായിരുന്നു. ആ ആക്സിഡന്റ് സ്വാഭാവികമായിട്ട് നടന്നതാണോ അതോ അതിൽ എന്തെങ്കിലും നിഗൂഢതയുണ്ടോ എന്നുള്ളത് ജാക്ക് ടെറി അന്വേഷിക്കുന്നതാണ് ഈ പടത്തിന്റെ കഥ. ചിത്രം 1981 റിലീസായ ബ്രയൻ ഡി പാൽമ രചനയും സംവിധാനവും നിർവഹിച്ച് ജോൺ ട്രവോൾട്ട, നാൻസി അലൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ വന്ന ബ്ലോ ഔട്ട് ഹോളിവുഡിൽ നിന്ന് വന്ന ഒരു കിടിലൻ ക്ലാസിക് ത്രില്ലർ പടമാണിത്. ഒട്ടും ബോറടിപ്പിക്കാതെ മുമ്പോട്ട് പോകുന്ന പടം. ചെറിയ രീതിയിൽ അല്പം ചിരിക്കാനുള്ള വകയൊക്കെ തരുന്നുണ്ട്. നിങ്ങൾ ത്രില്ലർ പ്രേമികളാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കിടിലൻ പടമാണെന്ന് ഞാൻ പറയും. 81 ഇറങ്ങിയ സിനിമയാണ്. പക്ഷേ ഇതിന്റെ മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ വളരെ മികച്ചതാണ്. ശബ്ദത്തിന്റെ സഹായത്തോടെ കുറ്റവാളിയെ വിദഗ്ധമായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സിനിമയ്ക്കുള്ളത്. ഇറങ്ങിയ കാലഘട്ടമൊക്കെ പരിഗണിക്കുമ്പോൾ ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ വളരെ മികച്ച ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഒന്നാണ് എന്ന് തന്നെ പറയാം. ഒരു ഹിച്ച്കോക്ക് സ്റ്റൈലിലാണ് സിനിമ ഒരുക്കി തന്നെ. നായകനൊപ്പം തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ ഉള്ളതും ഈ പടത്തിന്റെ കഥയുടെ ഒരു പോസിറ്റീവ് ആണ്. നായകൻ ജാക്ക് ടെറി ആയിട്ട് വന്നിരിക്കുന്നത് ജോൺ ട്രവോൾട്ടയാണ്. കിടിലം പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയുടെ ഏറ്റവും ചെറുപ്പത്തിലെ സിനിമകളിൽ ഒന്നാണ്. എന്നാൽ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണെന്ന് പറയാം. നല്ല ആക്ഷൻസ് ഒക്കെ പടത്തിൽ പുള്ളി കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ സിനിമ കണ്ടിട്ടാണ് പുള്ളിയെ പൾപ്പ് ഫിക്ഷനിലേക്ക് ക്വിന്റൻ ടെറന്റീനോ തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടെറന്റീനോയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് ബ്ലോ ഔട്ട്. സോ നിങ്ങൾ കാണാത്തവർ ഈ പടം കാണാനുള്ള ഒരു കാരണം കൂടിയാണ് അത്. നായിക സാലിയായിട്ട് വന്ന നാൻസി അലനും കൊള്ളാം. ജോൺ ലിത്ഗോ ഉൾപ്പെടെ ബാക്കി അഭിനയിച്ച എല്ലാ താരങ്ങളുടെയും പെർഫോമൻസ് ഒക്കെ നൈസ് ആണ്. ഗംഭീര സിനിമാറ്റോഗ്രഫി ഈ പടത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ആ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡിൽ ഒരു മൂങ്ങയുടെ കണ്ണ് കാണിച്ചുകൊണ്ട് ബാക്കിൽ ഇങ്ങനെ ട്രവോൾട്ട നിൽക്കുന്ന ഒരു സീനുണ്ട്. 2 സീൻ മിക്സ് ചെയ്തോ മറ്റോ ഉണ്ടാക്കിയ ഒരു രംഗമാണെന്ന് തോന്നുന്നു. പക്ഷെ ഈ പടത്തിന്റെ ഒരു ഐക്കോണിക് രംഗങ്ങളിൽ ഒന്ന് തന്നെയാണത്. അതുപോലെ തന്നെ ഒരു പബ്ലിക് റെസ്റ്റ് റൂമിലെ കൊലപാതക സീനൊക്കെ ഭയങ്കര വെറൈറ്റി ആയിരുന്നു അന്നത്തെ കാലത്ത്. എഡിറ്റിംഗ് നൈസ് ആണ്. ആ കാലഘട്ടത്തിൽ സ്പ്ലിറ്റ് സ്ക്രീൻ ഇഫക്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഭയങ്കര ഒരു ഫെസ്റ്റിവൽ, എനിക്ക് തോന്നുന്നു ലിബർട്ടി സെലിബ്രേഷൻ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, അത് നടക്കുന്ന പോലെയുള്ള ഒരു സമയത്ത് ജീപ്പിലുള്ള ഒരു ചേസിംഗ് സീനൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു കണ്ടിരിക്കാനായിട്ട്. അതുപോലെ ആ ഒരു ചേസിംഗ് ടൈമിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഭയങ്കര രസമാണ് കേൾക്കാൻ. പക്ക ഒരു 80s വൈബ് നൽകുന്ന ഒരു റെട്രോ മ്യൂസിക് ആണ്. മികച്ച കളർ ഗ്രേഡിങ്ങും പടത്തിന്റെ കരുത്ത് തന്നെയാണ്. ഇനി നെഗറ്റീവായിട്ട് പറഞ്ഞാൽ അത് ചെറിയൊരു സ്പോയിലർ ആകും. വേണമെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാം ഇനിയുള്ള ഒരു 10-20 സെക്കൻഡ്. എന്താണെന്ന് വെച്ചാൽ നായകനെടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഒരു മണ്ടത്തരമല്ലേ എന്ന് നമുക്ക് തോന്നും. അത് കഥയുടെ ഒരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റും. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ കുറെ കാര്യങ്ങൾ പുള്ളിയുടെ ആ ഒരു തീരുമാനത്തിന്റെ പരിണതഫലമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ പടത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഇത് കണ്ടിട്ടുള്ളവർക്ക് തോന്നാനുള്ള ഒരു മെയിൻ കാരണം ഇതിന്റെ ഒരു ക്ലൈമാക്സ് ആയിരിക്കാം എന്നും പറയാം. പക്ഷെ എനിക്ക് പേഴ്സണലി അത് വലിയൊരു കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. ഇത്രയും ഒരു ചർച്ചയൊക്കെ ഉണ്ടാവാൻ കാരണമായത് തന്നെ ഇതിന്റെ ഒരു ക്ലൈമാക്സ് അല്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അത്ര മോശമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചുരുക്കത്തിൽ വളരെ മികച്ച എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ക്ലാസിക് അല്ലെങ്കിൽ ഒരു ത്രില്ലർ മാസ്റ്റർ പീസ് തന്നെയാണ് ബ്ലോ ഔട്ട്. ത്രില്ലർ പ്രേമികളെ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സിനിമകളിൽ ഒന്ന് തന്നെയെന്ന് ഞാൻ പറയും. അപ്പോൾ ഇനിയും ഈ പടം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് കണ്ടു നോക്കുക. ഞാൻ ഈ പടം വളരെ പണ്ട് കണ്ടതാണ്. ലോക്ക്ഡൌൺ ടൈമിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പടം ആമസോൺ പ്രൈം വീഡിയോയിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 മണിക്കൂർ 43 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. IMDb റേറ്റിംഗ് 7.4 ആണ്. സെക്ഷൽ കണ്ടന്റ്, ന്യൂഡിറ്റി, വയലൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് പടം സ്ട്രിക്ട്ലി 18+ ആണെന്ന് പറയാം. ഫാമിലിക്ക് വേണ്ടിയുള്ളതല്ല ഈ സിനിമ, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.